ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവദാസീദാസന്മാർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവും വന്ദനവും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വിഷയം പരിശുദ്ധാത്മാവും അശുദ്ധാത്മാവും. വളരെ സൂക്ഷിക്കേണ്ടതായ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഓരോ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ടതും സ്വയം ശോധന കഴിക്കേണ്ടതുമായ ഒരു വിഷയമാണ്. എന്നിൽ പരിശുദ്ധാത്മാവാണോ അതോ അശുദ്ധാത്മാവാണോ എന്ന് ഹിതപരിശോധന നമ്മൾ അനുദിനം നടത്തിയില്ല എങ്കിൽ വിശുദ്ധ വേദപുസ്തകം പറയുന്ന പോലെ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയി തീരുവാൻ സാധ്യതയുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി ആധാരമായി 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ജോൺ പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട അപ്പോസ്തലനായ യോഹന്നാന്റെ ഈ ലേഖനത്തിന്റെ വളരെ മർമ്മപ്രധാനമായ ഒരു വാക്കാണ് ഏത് ആത്മാവിനെയും വിശ്വസിക്കരുത്. ആത്മാവിനെ ശോധന കഴിക്കുവാൻ അല്ലെങ്കിൽ വിവേചിക്കുവാൻ ഈ ലേഖനത്തിൽ കൂടെ അപ്പോസ്തലനായ യോഹന്നാൻ നമ്മളെ ഉദ്ധരിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഭാഗം തന്നെ ശോധന കഴിക്കുക. ഈ ഉലകത്തിൽ 2 ശക്തികളാണ്. ഒന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത് ദൈവത്തിൽ നിന്ന് വരുന്നു. 2 അശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഈവിൽ സ്പിരിറ്റ്. ഈ 2 ശക്തികളും ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടത് ദൈവം മനുഷ്യന് കൊടുത്ത ചോയ്സാണ്, തിരഞ്ഞെടുപ്പാണ്. പലരും ഈവിൽ സ്പിരിറ്റിന്റെ പിന്നാലെ പോകുന്നു. ചിലർ പരിശുദ്ധാത്മാവിന് വേണ്ടി അവർ ഓടുന്നു, അവർ അത് പ്രാപിച്ചെടുക്കുന്നു. എന്നാൽ നമുക്കറിയാം, ഇതിനെ ശോധന ചെയ്യണം. ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ, നമ്മുടെ ഭാരതത്തിലെ സർക്കാർ, മോദിജി ഒരു സുപ്രഭാതത്തിൽ ഒരു നിയമം കൊണ്ടുവന്നു. 2000-ന്റെയും 1000-ന്റെയും നോട്ട് നിരോധിച്ചിരിക്കുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, റിസർവ് ബാങ്ക് ഇറക്കുന്നതിനേക്കാൾ അധികമായി കള്ളനോട്ട് ഇറങ്ങിയത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. അത് എങ്ങനെ മനസ്സിലായി? നമ്മുടെ കയ്യിലൊക്കെ 1000-ഉം 2000-ഉം ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഏതെല്ലാം കള്ളനോട്ടെന്നോ നല്ല നോട്ടെന്നോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു മെഷീനകത്തിടുമ്പോൾ, ബാങ്കിൽ കൊണ്ടു ചെല്ലുമ്പോൾ അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് കള്ളനോട്ടാണ്. ഇതുപോലെയാണ് ശരിക്കും ശോധന കഴിക്കാതെ നമ്മുടെ ആത്മമണ്ഡലം ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാ ആരാധനകളും പരിശുദ്ധാത്മാവിൻ്റെതല്ല, എല്ലാ അഭിഷേകവും പരിശുദ്ധാത്മാവിൻ്റെതല്ല. അതാണ് ജോൺ വളരെ വ്യക്തമായി പറയുന്നു. പരിശുദ്ധാത്മാവ് അശുദ്ധാത്മാവിനും ഏതാണെന്ന് ശോധന ചെയ്യുക. പലരും ഈ വിഷയത്തിന്റെ നടുവിൽ വീണുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് വിശ്വാസികൾ അവരുടെ വിശ്വാസ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, അനേക സഭകളിലും അനേക ദൈവദാസന്മാരുടെ മേലും ഈവിൽ സ്പിരിറ്റ്, പൈശാചികമായ ആത്മാവിനാലാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമുക്കിന്ന് സ്വയം വിചിന്തനം ചെയ്യാനും എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകൾ ഉണ്ടെങ്കിൽ നമുക്ക് മടങ്ങി വരാനും ഇത് കാരണമാകട്ടെ എന്ന് മാത്രം ആരെയും വിമർശിക്കുവാനോ ഞാൻ നല്ലവനാണ് നിങ്ങളെല്ലാവരും മോശമെന്ന് പറയാനൊന്നും അല്ല. നമ്മൾ സ്വയം ശോധന ചെയ്യണം. കാരണം നമ്മുടെ പ്രാണപ്രിയന്റെ വരവിങ്കൽ നമ്മൾ ആരും തള്ളപ്പെടരുത്. എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. ആ ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ഈ സന്ദേശം പരിശുദ്ധാത്മാവ് എന്നിൽ കൂടെ നമുക്ക് ഒരുമിച്ച് പങ്കിടുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്.
അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു വന്നത് പല സഭകളും പല ദൈവദാസന്മാരും പല വിശ്വാസികളും ഇന്ന് ഈവിൽ സ്പിരിറ്റ് പൈശാചിക വ്യാപാരത്തിലാണ് അവർ പലതും ചെയ്യുന്നത്. അതിൽ ശോധന ചെയ്യുവാൻ വിശ്വാസികൾ തയ്യാറാകുന്നില്ല. പല അത്ഭുതങ്ങൾ നടക്കുന്നത് ഈവിൽ സ്പിരിറ്റിന്റെ ശക്തിയിലാണ്. പല പ്രവചനങ്ങളും ഈവിൽ സ്പിരിറ്റിന്റെ ശക്തിയിലാണ്. പല മെസ്സേജുകളും നമ്മൾ കേൾക്കുമ്പോൾ ഒറിജിനലാ, പക്ഷെ അതിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ഈവിൽ സ്പിരിറ്റിന്റെ ശക്തിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു ആപ്പിൾ കമ്പനിയുടെ ഒരു മൊബൈൽ ഞാൻ മേടിച്ചു. അത് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. അത് ലക്ഷങ്ങൾ മുടക്കിയാണ് ഞാൻ മേടിച്ചു എന്നിരിക്കട്ടെ. പക്ഷേ അതിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. കവറ് ആപ്പിളിന്റെ ആയിരിക്കും, പക്ഷെ അകത്തുള്ളത് ചൈനയുടേതായിരിക്കും. ഇത് ഒത്തിരി നാളുകൾ കഴിയുമ്പോൾ മനസ്സിലാവും ഇത് വഞ്ചിക്കപ്പെട്ടത്. ഇതുപോലെയാണ് ആത്മീയ ലോകത്ത് ഈ പുറം പരിശുദ്ധാത്മാവിന്റെ പേര് പറഞ്ഞ് അകത്ത് അശുദ്ധാത്മാക്കളുടെ പ്രവൃത്തികൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ വിവേചിക്കണമെന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ നമ്മളോട് ബുദ്ധി പറയുന്നത്. എല്ലാ വർഷിപ്പും വർഷിപ്പല്ല, എല്ലാ അന്യഭാഷയും അന്യഭാഷയല്ല, എല്ലാ പ്രവചനവും അല്ല, എല്ലാ രോഗശാന്തി അല്ല. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ ശോധന ചെയ്യണം. ഹല്ലേലൂയ. അതിന്റെ പരിശുദ്ധാത്മാവ് ഇടവരുത്തുമാറട്ടെ. ഞാൻ ആദ്യം അശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയാം. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ശൗൽ എന്ന് പറയുന്ന ബെന്യാമിൻ ഗോത്രക്കാരനായ ഒരു മനുഷ്യനെ കുറിച്ച് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുക. ആ മനുഷ്യൻ ശമൂവേൽ അവനെ അഭിഷേകപ്പെടുത്തുന്നു. ഇസ്രായേലിന്റെ പ്രഭുവായി അവനെ ദൈവം നിയോഗിക്കുന്നു. അവൻ പ്രവാചകനായിരുന്നു. പ്രവാചകഗണത്തിൽ നിന്ന് പ്രവചിക്കാൻ തുടങ്ങി. നല്ലൊരു യോദ്ധാവായിരുന്നു. നല്ല ഒരു ഇസ്രായേലിനെ നന്നായി ഭരിക്കുവാൻ സമർത്ഥനായിരുന്നു. പക്ഷേ പുള്ളി ദൈവം അംഗീകരിച്ച രാജത്വം എന്ന് പറഞ്ഞാൽ 2 വർഷമേ ഉള്ളൂ. ബാക്കി 38 വർഷക്കാലം അവൻ ദുരാത്മാവിനാൽ ഭരിച്ചു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ആമേൻ. നോക്കുക, നമ്മൾ പ്രാപിച്ചെടുത്ത അഭിഷേകം ഒറിജിനലാ. ഉപവസിച്ചും പ്രാർത്ഥിച്ചും കരഞ്ഞും നിലവിളിച്ചും നമ്മുടെ മേൽ പകർന്ന അഭിഷേകം കറക്റ്റാണ്, മാറ്റമില്ല. പക്ഷേ ശൗലിനെ പോലെ കാലങ്ങൾ പിന്നിട്ടപ്പോൾ, നാളുകൾ മാറിയപ്പോൾ, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ, ദൈവം പറയുന്നത് കേൾക്കാതെ വന്നപ്പോൾ, ദൈവം പലപ്പോഴും നമ്മളോട് ആത്മാവിൽ വിവേചിച്ചു, നീ മടങ്ങി വരണം. പക്ഷെ കേൾക്കാതെ വന്നപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒഴുകുകയും, മറിച്ച് ഈ ലോകത്തിന്റെ സ്പിരിറ്റ് ആയിരിക്കുന്ന ഈവിൽ സ്പിരിറ്റ് ഉള്ളിനകത്ത് കയറുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പണ്ടത്തെ കിട്ടിയ അഭിഷേകം എന്നുള്ള രീതിയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ അന്യഭാഷ മാറിയില്ല, പണ്ടത്തെ കയ്യടി മാറുന്നില്ല, പണ്ടത്തെ ആരാധന മാറുന്നില്ല. ഭയങ്കരമായ സാന്നിധ്യമാണ്. പക്ഷേ ഒരു മാറ്റം സംഭവിച്ചു. അന്ന് ദൈവാത്മാവിൽ നിന്നപ്പോൾ ഫലം പുറത്തു വന്നു. ഇപ്പോൾ ഈവിൽ സ്പിരിറ്റ് കയറിയപ്പോൾ പ്രവർത്തികൾ വെളിപ്പെടാൻ തുടങ്ങി. ആമേൻ. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് ഫലം പുറപ്പെടുവിക്കുന്നതാണ്. ഓരോ ഫലങ്ങളും നമ്മിൽ നിന്നും പുറത്തു വരുവാനിടയാകും. എന്നാൽ ഈവിൽ സ്പിരിറ്റ് പ്രവർത്തിക്കുന്ന ഒരു ശക്തിയായി മാറുകയാണ്. ഞാൻ പറയാം, ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 19 വായിക്കുമ്പോൾ, ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, പക, പിണക്കം, വിഗ്രഹാരാധന ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് അവിടെ വ്യക്തമായി പറയുകയാണ്. അപ്പോൾ നമ്മളൊന്ന് ശോധന ചെയ്യണം. പരിശുദ്ധാത്മാവ് പ്രാപിച്ച എന്നിൽ ഇന്ന് പരിശുദ്ധാത്മാവാണോ അശുദ്ധാത്മാവാണോ എന്ന് നമ്മൾ ശോധന ചെയ്യണം. അത് അനുദിനം നമ്മൾ ശോധന ചെയ്തേ പറ്റൂ. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഇവിടെ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞ വാക്ക് 5:21 മുതലുള്ള വാക്യങ്ങൾ, 5:19 മുതലുള്ള വാക്യങ്ങൾ, ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ് എന്ന് പറയുന്ന മോശമായ നടപ്പ്. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അന്യഭാഷയോട് കൂടെ ദൈവത്തെ സ്തുതിക്കുന്ന നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഒരു ഇടയനാകട്ടെ, ഒരു സഭയെ നിയന്ത്രിക്കുന്ന വ്യക്തിയാകട്ടെ, ആ വ്യക്തിയുടെ മേൽ അശുദ്ധി ഉണ്ടോ? ദുർനടപ്പുണ്ടോ? ദുർനടപ്പുണ്ടെങ്കിൽ, ദുർനടപ്പും ദുഷ്കാമവും രണ്ടും ഏകദേശം ഒന്നിച്ചു വരുന്നതാണ്. ദുർനടപ്പ്, മോശമായ നടപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ മേൽ ദുരാത്മാവാണ്. ഒന്നുകൊണ്ട് കന്നഡത്തിൽ വിശ്വസിച്ചു പോകണം. ഇതൊരു പ്രവാചകൻ വന്ന് തലയിൽ കരം വെച്ച് പറയുന്നതല്ല. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് പറയുന്നു, ഏതെങ്കിലും ദുർനടപ്പുണ്ടോ? 2, ദുഷ്കാമമുണ്ടോ? ദുഷ്കാമം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞു. എന്താണ് ദുഷ്കാമം? സ്വന്തം ഭാര്യയോടല്ലാതെ, സ്വന്തം ഭർത്താവിനോടല്ലാതെ അവിഹിതമായ ബന്ധത്തിലേക്ക് പോകുന്നതെല്ലാം ദുഷ്കാമമാണ്. ആ ദുഷ്കാമം പ്രവർത്തിക്കുമ്പോൾ അന്യഭാഷ മാറുന്നില്ല, കയ്യടി മാറുന്നില്ല, വർഷിപ്പ് നടത്താൻ പറ്റും, പ്രസംഗിക്കാൻ പറ്റും, പ്രവചിക്കാൻ പറ്റും, അത്ഭുതം ചെയ്യാൻ പറ്റും, രോഗശാന്തി ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എന്താണ്? അന്നാളിൽ എന്റെ അടുക്കൽ അവർ വരും. കർത്താവ് ഇങ്ങനെ പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുക. അവർ വന്ന് എന്താണ് പറയും? കർത്താവെ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി വലിയ വീര്യപ്രവൃത്തി ചെയ്തെന്ന അന്നാളിൽ, അവസാന നാളിൽ പറയും. സത്യത്തിൽ പറഞ്ഞാൽ ഇവർ ആദ്യകാലങ്ങളിൽ അഭിഷേകത്തിൽ തന്നെയാണ്, പരിശുദ്ധാത്മാവിൽ തന്നെയാണ് ചെയ്തത്. പക്ഷേ ദൈവത്തിന്റെ വാക്കുകളെ വിഘടിച്ച് ദൈവം പറയുന്ന വാക്കുകൾക്ക് കീഴ്പ്പെടാതെ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് മാറുകയും അശുദ്ധാത്മാവ് ആ സ്ഥാനത്തിരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാനിടയായി. പാപം ഇവരൊക്കെയും വളരെ പ്രതീക്ഷയോടാണ് വേല ചെയ്യുന്നത്. രാത്രി എന്നില്ലാതെ പകൽ എന്നല്ലാതെ പലർത്തും ഓടി നടന്ന് ചെയ്യുന്നു. പക്ഷെ അവർ എന്ത് ചിന്തിച്ചില്ല? അവരുടെ അകത്തിരിക്കുന്ന ആത്മാവിനെ ശോധന ചെയ്യാൻ കഴിഞ്ഞില്ല. മനസ്സിലായല്ലോ? ദുഷ്കാമം, വിഗ്രഹാരാധന, ദൈവത്തെക്കാൾ എന്തിനെ സ്നേഹിക്കുന്നു അത് വിഗ്രഹമാണ്. അത് ഭാര്യയാകട്ടെ, ഭർത്താവിനെ ആകട്ടെ, സഭയാകട്ടെ, ശുശ്രൂഷകളെയാകട്ടെ, സ്വന്തം ശരീരത്തെ ആകട്ടെ, സൗന്ദര്യത്തെ ആകട്ടെ, പണത്തെ ആകട്ടെ, ഉലകത്തിലുള്ള മറ്റെന്തിനെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ അത് വിഗ്രഹാരാധനയാണ്. നമ്മൾ സാധാരണ ഹിന്ദുക്കളെയോ കത്തോലിക്കക്കാരെയോ പറയും, നമ്മൾ എന്താ പറയുന്നത്? അയ്യോ, അവർ വിഗ്രഹം അല്ലെന്നേ. രക്ഷിക്കപ്പെട്ടവന്റെ വിഗ്രഹം ഇതാണ്. ചിലരുടെ തുണി വാങ്ങിച്ചുള്ള ആർത്തി തീരുന്നില്ല. ചിലരുടെ കാറ് വാങ്ങിച്ചും വാഹനങ്ങളും വാങ്ങിച്ചുള്ള ആർത്തി തീരുന്നില്ല. ദൈവത്തെക്കാൾ വലുതാ. നോക്കണം, ദൈവം മുറിവേറ്റെന്ന് പറഞ്ഞാൽ ഒരു വിഷമവും ഇല്ല. വാഹനം ഓടിച്ചു കൊണ്ടുമ്പോൾ ഒരു ബൈക്ക് കയറുമെന്ന് പുറകിലിടിച്ചു, ഒരു ചെറിയ പോറൽ സംഭവിച്ചു. കാണാൻ പറ്റുന്നില്ല, ചെറിയ പോറൽ. ആ നിമിഷം മുതൽ ഹൃദയത്തിനകത്ത് ഭയങ്കര വിഷമമാണ്, ഭയങ്കര വേദനയാണ്. എത്രയോ മാസം കൊണ്ട് പരിശുദ്ധാത്മാവ് ഹൃദയം വേദനപ്പെടുന്നു, ഹൃദയം മുറിപ്പെടുന്നു. പരിശുദ്ധാത്മ വേദനിക്കുന്നതിനേക്കാൾ കാറിൽ വന്ന ഒരു ചെറിയ പോറലിനെ ഓർത്ത് കരയുന്ന എത്രയോ ദൈവദാസന്മാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അതാണ് വിഗ്രഹം. ദൈവത്തെക്കാൾ എന്തിനെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് അത് വിഗ്രഹമാണ്. അത് മക്കളായിരുന്നാലും, മരുമക്കളായിരുന്നാലും, കൊച്ചുമക്കളായിരുന്നാലും, അമ്മാവനായിരുന്നാലും, പപ്പയായിരുന്നാലും, ആരായിരുന്നാലും ദൈവത്തെക്കാൾ ഈ ഉലകത്തിൽ അധികമായി സ്നേഹിക്കുന്നതെല്ലാം വിഗ്രഹമാണ്. അത് ശുശ്രൂഷകന്മാർ ശുശ്രൂഷയെ ഭയങ്കര കാര്യമായിട്ട് നടക്കുന്നെങ്കിൽ, ദൈവത്തെക്കാൾ ശുശ്രൂഷയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ, ദൈവത്തെക്കാൾ സഭയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ, ദൈവത്തെക്കാൾ പണത്തിന് പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ അത് വിഗ്രഹം തന്നെയാണ്. അങ്ങനെ ചെയ്യുന്നവർ പറയട്ടെ, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവല്ല അശുദ്ധാത്മാവ് കയറിയപ്പോഴാണ് അങ്ങനെ സംഭവിച്ചത്. പണ്ട് പരിശുദ്ധാത്മാവിൽ നിന്നപ്പോൾ ദൈവം കഴിഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പിള്ളേരോട് പറയും, ഇന്ന് സൺഡേ പപ്പ ട്യൂഷൻ ഉണ്ടോ? നോ, ഇന്ന് പോണ്ട.
ഇന്ന് പോണ്ട, നമ്മുടെ ആരാധനകൾ കഴിഞ്ഞ്, നമ്മുടെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ്, നമ്മുടെ തിരുവത്താഴം നടക്കുന്നു, ഇത് കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞ പപ്പയും അമ്മയും കുഴപ്പമില്ല, നീ സ്പെഷ്യൽ ട്യൂഷനല്ലേ, പോ എന്ന് പറഞ്ഞു വിടുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തെക്കാൾ കുഞ്ഞിന്റെ ഭാവിയാണ് ഇവിടെ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ കേറിയത് വേറൊന്ന് കേറിയതുകൊണ്ട് അങ്ങനെ പറയാൻ തുടങ്ങിയത്. പണ്ടങ്ങനെ പറഞ്ഞില്ലല്ലോ. മനസ്സിലാകുന്നുണ്ടോ? ഇനി വിഗ്രഹാരാധന, പക, ഒരാളോടുള്ള പക, അത് സ്വോത്രവും ഹല്ലേലൂയും ഒക്കെ പുറമെ പറയും, ഹൃദയത്തിനകത്ത് പകയ്ക്കുന്നവർ. നമ്മുടെ ആലയത്തിനകത്തില്ലേ, നമ്മുടെ ദൈവദാസന്മാരുടെ ഇടയിൽ എത്രയെണ്ണം ഉണ്ട് പക. സ്തോത്രം. ഒരു സെന്ററിനകത്ത് ഉള്ള 50 or 100 പാസ്റ്റർമാരുണ്ടെങ്കിൽ, അച്ഛന്മാരുണ്ടെങ്കിൽ, ബ്രദർമാരുണ്ടെങ്കിൽ, അവരുടെ അടുക്കൽ എത്രയോ ദൈവദാസന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പകച്ചിട്ട വന്നിരുന്ന് തിരുവത്താഴം കഴിക്കുന്നത്, സ്തോത്രം പറയുന്നത്. ഇതൊക്കെ സൂത്രമല്ലേ പറയുള്ളൂര്. ഇങ്ങനെ കാരണം തന്നെ ഉള്ളിനകത്ത് പക വെച്ചുകൊണ്ട് നടന്നാൽ അതിന്റെ അർത്ഥം അശുദ്ധാത്മാവിലാണ് നിങ്ങൾ ആത്മീയത കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 3, പക, പിണക്കം. ഭർത്താവിനോട് മിണ്ടിയിട്ട് എത്ര നാളായി? ഭാര്യയോട് മിണ്ടിയിട്ട് എത്ര നാളായി? അപ്പനോടും അമ്മയോടും മിണ്ടിയിട്ട് എത്ര നാളായി? കൂടപ്പിറപ്പുകളോട് മിണ്ടിയിട്ട് എത്ര നാളായി? കൂട്ടുവിശ്വാസികളോട് മിണ്ടിയിട്ട് എത്ര നാളായി? അയൽവാസികളോട് മിണ്ടിയിട്ട് എത്ര നാളായി? പിണക്കം. എന്തോ ഒരു തെറ്റ് ചെയ്തു, അന്ന് പിണങ്ങിയതാ. പ്രിയമുള്ളവരെ, പിണക്കമൊന്നും പരിശുദ്ധാത്മാവിൻ്റെതല്ല, അത് അശുദ്ധാത്മാവിൻ്റെതാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. നമ്മൾ അറിയാതെ നമ്മൾ പിശാച്, അവന് ഈവിൽ സ്പിരിറ്റ്, അവന്റെ രാജ്യത്തിലേക്ക് നമ്മളെ വലിച്ചോണ്ട് പോവുകയാണ്. ഇത് ഇപ്പോഴറിയത്തില്ല. ശൗലിന് പറ്റിയതും ഇങ്ങനെയൊന്നും ഇപ്പോഴൊന്നും ശൗൽ അറിഞ്ഞില്ല. അവസാന ഘട്ടം വന്നപ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം മറുപടി കൊടുക്കുന്നില്ല. പ്രവാചകരെ അന്വേഷിച്ചു, പ്രവാചകൻ വരുന്നില്ല. ആ സമയത്താണ് തൻ്റെ മേൽ നിൽക്കുന്ന വെളിച്ചപ്പാടിന്റെ ശക്തി എവിടെയുണ്ടോ അവളുടെ അടുക്കിലേക്ക് ആ ശക്തി കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. മറക്കരുത്. ഹല്ലേലൂയ. പിണക്കം മാറ്റുക. പാസ്റ്ററുടെ പിണക്കൊണ്ട് മാറ്റുക, അച്ഛനോട് പിണക്കൊണ്ട് മാറ്റ്, മനസ്സിനെടുത്ത് മാറ്റ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ അശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് നടക്കുന്നത്. ജാരശങ്ക, ക്രോധം, ഷാഠ്യം. ഞാൻ ഇതേ ചെയ്യൂ, ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കൂ, ആരെന്ത് പറഞ്ഞാലും ഞാൻ ഇങ്ങനെ പോകൂ. കേട്ടോ, ഷാഠ്യം. ദ്വന്ദ്വപക്ഷം, 2 പക്ഷം പിടിക്കുന്ന അവസ്ഥ. സഭയ്ക്കകത്ത് 2 പക്ഷം ചേരി തിരിയുന്ന അവസ്ഥ. അസൂയ. മനസ്സിനകത്ത് ഒരുത്തൻ ഒരു 2 നില വീട് വെച്ചാൽ, അവന് എവിടെന്നോ പണം വരുന്നു. ഒരുത്തൻ CCക്ക് EMI ഇട്ട് ഒരു ബൈക്ക് എടുത്തു, മാറി എന്ന് പറയാ. ഇപ്പോഴും ഇഷ്ടം പോലെ പണമുണ്ട്. പാവം ഒരു എവിടെന്നെങ്കിലും ഒരു നല്ലൊരു നന്മ വീട്ടിൽ വന്നു, മറ്റൊരുവന്റെ നന്മ കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തതിന്റെ പേരാണ് അസൂയ. ഇത് നമ്മുടെ മനസ്സിനകത്തുന്ന അശുദ്ധാത്മാവാണ്, പരിശുദ്ധാത്മാവല്ല. നമ്മളത് ചിന്തിക്കണം. ദ്വന്ദ്വപക്ഷം, അസൂയ, ഭിന്നത. സഭയ്ക്കകത്ത് ഭിന്നത ഉണ്ടാക്കുന്നവരാണോ? എന്നാൽ കാര്യം സൂക്ഷിച്ചോണം. സംഘടനയ്ക്കകത്ത് ഭിന്നത ഉണ്ടാക്കുന്ന ദൈവദാസനാണോ? സൂക്ഷിച്ചോളാം. ഏതാത്മാവാണെന്ന് സൂക്ഷിച്ചോളാം. കുടുംബജീവിതത്തിനകത്ത് ഭിന്നത ഉണ്ടാക്കുന്നവരാണോ? സൂക്ഷിച്ചോളാം. സ്തോത്രം. നിങ്ങൾ പോകുന്നിടത്ത് ഭിന്നതയുടെ ശക്തി നിങ്ങളിൽ കൂടെ വെളിപ്പെടുന്നുണ്ടോ? സൂക്ഷിച്ചോളി. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവല്ല, അശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഭിന്നത, മദ്യപാനം. മദ്യപിക്കുന്ന പാസ്റ്റർമാരുണ്ട്, മദ്യപിക്കുന്ന വിശ്വാസികളുണ്ട്, മദ്യപിക്കുന്ന അച്ഛന്മാരുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചോളണേ. ഇത് അശുദ്ധാത്മാവാണ്. പള്ളിയിലെ പ്രധാന വ്യക്തിയാ, പള്ളിയിലെ സെക്രട്ടറിയാ, പള്ളിയുടെ ഖജാൻജിയാ, പള്ളിയുടെ ഉപദേശിയുടെ കീഴിൽ നിൽക്കുന്ന മനുഷ്യനാ. മദ്യപാനം മാറിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ശമ്പു വയ്ക്കും, ഇടയ്ക്കിടയ്ക്ക് മൂക്കുത്തുപ്പൊടി തിരുമിക്കയറ്റും. ആരും അറിയാതെ, ആരും അറിഞ്ഞില്ലെങ്കിലും പരിശുദ്ധാത്മാവിനെല്ലാം അറിയാം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മ മാറി നിൽക്കുന്നത്. ഇന്ന് അശുദ്ധാത്മാവില ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ
നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും ജീവിതത്തിനകത്ത് ജഡാഭിലാഷം നിറഞ്ഞു കിടക്കുന്നെങ്കിൽ നിങ്ങളെ ഭരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല എന്ന് ഞാൻ പറഞ്ഞാൽ, തിരുവചനം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾ ഇന്ന് ഏറ്റെടുക്കണം, ഏറ്റുപറയണം, ഉപേക്ഷിക്കണം, പരിശുദ്ധാത്മാവിന് വേണ്ടി കരയണം, പഴയ അവസ്ഥയിലേക്ക് തിരിഞ്ഞു വരണം. എങ്കിൽ മാത്രമേ നിത്യതയിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. നമുക്കറിയാം, മർക്കോസ് വിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഗദരദേശത്തിൽ ഒരു ഭൂതഗ്രസ്തൻ, അവന്റെ സ്വഭാവം ഇവിടെ പറയുന്നു. ഒന്ന്, സ്വന്തം ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നവൻ, സ്വന്തം ശരീരത്തെ ഇടിച്ച് മുറുക്കുന്നവൻ. ഈ സ്വന്തം ശരീരം എന്ന് പറയുന്ന ആരാ? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്നു, ഭാര്യ ഭർത്താക്കന്മാർ ഒരു ശരീരമായി തീർന്നു, വിവാഹത്തോടുകൂടെ ഒരു ശരീരമായി തീർന്നു. സ്വന്തം ഭാര്യയെ തല്ലുന്ന, സ്വന്തം ഭാര്യയെ ചവിട്ടുന്ന, സ്വന്തം ഭാര്യയെ വേദനിപ്പിക്കുന്ന എത്ര ഉപദേശിമാരുണ്ട്. എന്നിട്ടല്ലേ അവർ വന്ന് യാഗപീഠത്തിൽ നിന്ന് ഒന്നാം തരം പ്രസംഗം പ്രസംഗിക്കുന്നത്? ദൈവദാസനെ ഭൂതമാണ് കയറിയിരിക്കുന്നത്. സ്വന്തം ശരീരത്തെ വേദനിപ്പിക്കുന്ന വിശ്വാസിയെ, സ്വന്തം ശരീരത്തോട് അവിശ്വസ്ത പുലർത്തുന്ന ഭർത്താവിനോടും ഭാര്യയോടും പരിശുദ്ധാത്മ പറയുന്നു, ഇത് എൻ്റെ ആത്മാവല്ല, ഇത് അശുദ്ധാത്മാവാണ്. കാരണം 6000 ഭൂതം നിറഞ്ഞവൻ സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിക്കുകയാണ്. ഒരു ഭൂതമല്ല കേട്ടോ. സ്വന്തം ഭാര്യയെ തല്ലുന്ന സഹോദരന്മാരുണ്ടോ? പള്ളിയിൽ അന്യഭാഷയൊക്കെ കാണും, അതിരുന്നോട്ട്, അതിലല്ല കാര്യം. ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിക്കുകയില്ല. ഇനി സെക്കൻഡ്, ഇവന്റെ രണ്ടാമത്തെ പ്രത്യേകത ഭയങ്കര അലർച്ചയാണ്. കുടുംബത്തിനകത്തും ഇവന്റെ ശബ്ദം പൊങ്ങി നിൽക്കും. പരിശുദ്ധാത്മാവുള്ളവൻ ഒരിക്കലും അലർച്ച ഉണ്ടാക്കത്തില്ല. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് നിൽക്കും. അവൻ സൗമ്യനായിരിക്കും, ശാന്തനായിരിക്കും. ഇവിടെ നോക്കണം, ഇവൻ അലർച്ചയാണ്. ഇനി മൂന്നാമത്തെ കാര്യം അവിടെ പറയുന്നു, ഇവൻ വസ്ത്രമിടുന്നില്ല. ഇവിടെ അല്പനേരം നിൽക്കണം, എന്നാലേ മനസ്സിലാകുകയുള്ളൂ. നമ്മുടെ ആത്മീയ ലോകം ഒന്ന് നോക്കണം. വമ്പൻ സഭകൾ, ശരിക്കും പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ശരിക്കും വസ്ത്രം പോലും ഇടുവാൻ ഇല്ലാത്ത രീതിയിൽ അവിടെയും ഇവിടെയും കാണിച്ചുകൊണ്ട് വർഷിപ്പ് നടത്തുകയാണ്. ഒരു പെൺകുട്ടി വർഷിപ്പ് നടത്തുമ്പോൾ കൈ ഉയർത്തുന്ന സമയത്ത് അവളുടെ വയറ് മുഴുവനും കാണാൻ പറ്റുന്നു. നോക്കണം, ദൈവം സൂക്ഷിക്കാൻ മാന്യമായ വസ്ത്രധാരണം നടത്തണമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുമ്പോൾ യാഗപീഠങ്ങളിൽ നിന്നുകൊണ്ട് വർഷിപ്പ് നടത്തുന്നവർ, നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഇത് ദുരാത്മാവിന്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാ ആരാധനകളും ആരാധനയല്ല, എല്ലാ വർഷിപ്പ് അല്ല, എല്ലാ സഭകളും പരിശുദ്ധാത്മാവിൻ്റെതല്ല, എല്ലാ മെസ്സേജും പരിശുദ്ധാത്മാവിൻ്റെതല്ല, എല്ലാ പ്രവചനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെതല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ 4-ാം അധ്യായവും 1-ാം വാക്യവും 2-ാം വാക്യം പറയുന്നു, ആത്മാവ് ഏതെന്ന് ശോധന ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോഴും തുണിയില്ല, പകുതി വസ്ത്രം, ശരീര അവയവങ്ങളെ പ്രദർശിപ്പിച്ചുകൊണ്ട് മോഡേൺ പരിപാടിയായി നമ്മുടെ സഭകളെല്ലാം തീർന്നിരിക്കുക. ഫ്രണ്ടിയിരിക്കുന്നവർക്ക് തലയിലിട ഷോളില്ല പോലും. ഈ ഒരു മെത്തേഡിലേക്ക് നമ്മുടെ ദൈവസഭകളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നടക്കുന്ന ആരാധനകളും ആർഭാടങ്ങളും കണ്ടിട്ട് എന്തോ ഒരു ആരാധന, എന്തോ ഒരു സന്തോഷം ഇല്ല. പ്രിയമുള്ളവരെ, കഴുകൻ കൂട്ടമിടുന്നവിടെയാ? ജഡമുള്ളിടത്ത്, ശവമുള്ളിടത്ത് കഴുകൻ കൂട്ടമിടും എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത് ശ്രദ്ധിക്കണം, നമ്മുടെ കല്യാണ വേദികളിൽ നിന്നും ആലോചിച്ചുകൂടാ. എനിക്ക് വിശ്വാസ മക്കളോടൊന്നും എനിക്ക് വിരോധമില്ല. മുന്തിയ ദൈവദാസന്മാരുടെ മക്കളെ അലങ്കരിച്ച് ഒരുക്കിക്കൊണ്ടുവരുന്ന വരവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്തോത്രം! എത്രമാത്രം നീചമായിട്ടാണ് നമ്മുടെ വിശുദ്ധ വിവാഹം എന്ന് പറയുമ്പോൾ ഏദേൻ തോട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട വിവാഹമാണ്. ആ പവിത്രത നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ആത്മീയ ലോകം തലമുറകളെ ഒരുക്കിക്കൊണ്ടിരുന്ന അനുഭവം കണ്ടു. കൈയും കാലും ഇല്ല. ഇന്നത്തെ
സഹോദരങ്ങൾക്ക് കയ്യും കാലും ഇല്ല പോലും. അവിടെയും കാണിച്ച് ഇവിടെയും കാണിച്ച്. ഇതാണോ വിവാഹവേദി എന്ന് പറയുന്നത്? ഒരു ഹിന്ദുവിന്റെ വിവാഹം നിങ്ങൾ എടുക്കണം, ഒരു മുസൽമാന്റെ വിവാഹം എടുക്കണം, ഒരു ജൈനൻ വിവാഹം നടത്തുന്നെങ്കിൽ ചിന്തിക്കണം. ഇത്രമാത്രം നീചമേറിയ രീതിയിൽ വിവാഹ വസ്ത്രം ധരിക്കുന്നത് ആത്മീയരുടെ ഇടയിലാണ്. ഹല്ലേലൂയ. ഇതിനെ സപ്പോർട്ട് ചെയ്ത് വിവാഹം നടത്തുന്ന വമ്പൻ പാസ്റ്റർമാരോട് ഒരു ബുദ്ധി ഉപദേശത്തിന് പറയുന്നു. 10,000 25,000 രൂപയോ കൈമടക്ക് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുന്നത് വിഷം ആണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ഒരു വാക്ക് സംസാരിച്ചാൽ മതി, ഒരൊറ്റ വാക്കിന്റെ മുമ്പിൽ ആ വസ്ത്രം അവിടെ ഉരിഞ്ഞു മാറ്റി മാന്യമായ വസ്ത്രം ധരിക്കും. നിങ്ങൾ പണത്തിന്റെയും സ്വാധീനത്തിന്റെയും പേരിൽ പാവപ്പെട്ട വിശ്വാസികളെ തകർത്ത് ഉടയ്ക്കുമ്പോൾ ഇതിന് ഇന്നല്ലെങ്കിൽ നാളെ ദൈവസനിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യം വലിയ ദൈവഭൃത്യന്മാരോട് താഴ്മയായി ഞാൻ അപേക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞതിന്റെ സാരം നിങ്ങൾ മനസ്സിലാക്കണം. വിവാഹം മാന്യമായിരിക്കണം, കിടക്ക നിർമ്മലമായിരിക്കണം. അതിന്റെ അർത്ഥം എന്താണ്? വിവാഹ വേദിയിൽ ശരീര പ്രദർശനങ്ങൾ മാത്രം ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ ശരീര പ്രദർശനം നടത്തുന്നതാണോ ഏറ്റവും വലിയ കല്യാണം? നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ അല്ലായിരുന്നു, നമ്മുടെ മാതാക്കന്മാർ അങ്ങനെ അല്ലായിരുന്നു നമ്മളെ പഠിപ്പിച്ചത്. വിശുദ്ധ വേദപുസ്തകം അങ്ങനെ അല്ല പഠിപ്പിക്കുന്നത്. മാന്യമായ വസ്ത്രം. ഭൂതഗ്രസ്തന്റെ മേൽ വസ്ത്രമില്ലായിരുന്നു. 6,000 ഉള്ളവന് വസ്ത്രമില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ സഭകൾക്കകത്ത് വർഷിപ്പ് ലീഡേഴ്സിന് ചിലണൊക്കെ തലമുടി ഇങ്ങനെ പ്രാന്തനെ പോലെ വളർത്തി, കാരണം ഭൂതം കയറിയിരിക്കുന്നത് കൊണ്ടാണ് ഇവന്റെ അടുക്കൽ ചെന്ന ഭയങ്കര അഭിഷേകം ഇറങ്ങുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട്, പ്രിയ കുഞ്ഞുങ്ങളോട് പറയുന്നു, ആത്മാക്കളെ ഞങ്ങൾ ശോധന ചെയ്തില്ലെങ്കിൽ അവസാനം കൈവിടപ്പെടുന്നവിടെ കൂട്ടുത്താകും. രക്ഷപ്പെടുത്തുവാൻ ആർക്കും കഴിയില്ല. ശോധന ചെയ്യുവാൻ പരിശുദ്ധാത്മ ആലോചന പറയുന്നു. ഇനി പരിശുദ്ധാത്മാവ്, അശുദ്ധാത്മാവിന്റെ അടുത്ത സിമ്പൽ, അടുത്ത പ്രത്യേകത, ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവൻ. ഗ്രൂപ്പ് അല്ലേ? എല്ലാ ഇലക്ഷൻ സമയത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇന്ന പാസ്റ്ററുടെ കൂടെ പൗലൂസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ അധ്യായം പഠിക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഞാൻ അപ്പലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ പൗലൂസിന്റെ പക്ഷക്കാരൻ, ഞാൻ യേശുവിന്റെ പക്ഷക്കാരൻ എന്ന് പറയുന്നത് പോലെ പക്ഷം പിടിച്ച് ഇലക്ഷൻ നടത്തുന്നു. നിങ്ങളോട് ഞാൻ താഴ്മയായി പറയുന്നു, നിങ്ങൾ എത്ര സ്റ്റേജുകളിൽ കയറി എന്തൊക്കെ ചെയ്താലും ഇത് ദുരാത്മാവല്ലാതെ വേറൊന്നുമല്ല എന്ന് തിരുവചനം സത്യമായി അടിവരയിട്ട് പറയുന്നത് കൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് ദുരാത്മാവിന്റെ പ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്ര സ്റ്റേജിൽ പ്രസംഗിക്കുന്നു എന്നല്ല, നമ്മൾ എത്ര വചനം അനുസരിക്കുന്നു എന്നതിലാണ് നിത്യതയിലേക്ക് പോകാനുള്ള വഴിയെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇലക്ഷൻ ടൈമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കും. ഭിന്നത എന്തിനാ പ്രിയമുള്ളവർ? ഓരോ ദൈവദാസന്മാരെ കുറിച്ച് അപവാദം പറഞ്ഞിട്ടല്ലേ ഒരു കസേരയ്ക്ക് വേണ്ടി കയറിയിരിക്കുന്നത്. ഈ ദൈവദാസൻ ആരാണ്? ഒരു കൂട്ടുവേലക്കാരനല്ലേ? ഇത് ആരുടെ ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്? തമ്പുരാന്റെ, ഉടയ തമ്പുരാന്റെ ജോലിയല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മളെ ഈ വഴിയിൽ ദൈവം എന്തിനാക്കിയിരിക്കുന്നത്? ഒന്നിച്ചു നിന്ന് കൊയ്യാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ഒന്നിച്ചു കൊയ്യേണ്ട നമ്മൾ ദുരാത്മാവ് കയറിയപ്പോൾ ഭിന്നത വന്നു. അവനെ കുറിച്ച് അതും ഇതും പറഞ്ഞ് ഒരു നമ്മുടെ സാധാരണ രാഷ്ട്രീയക്കാർ ഇറക്കുന്നത് പോലെ മനോഹരമായിരിക്കുന്ന ഒരു വാൾപോസ്റ്റൊക്കെ ഇറക്കി, എന്തോ ഒരു കോലങ്ങളാ. ദുരാത്മാവാ, പരിശുദ്ധാത്മാവല്ല ദൈവദാസനെ നിന്റെ അതിന്മേൽ ഇരിക്കുന്നത്. ദുരാത്മാവെന്ന് പറയാൻ ഈ തിരുവചനം എന്നെ പ്രേരിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നു, തിരിഞ്ഞ് പരിശുദ്ധാത്മാവിനോട് കരയണം എന്ന് ഞാൻ ആത്മാവിൽ ആഹ്വാനം ചെയ്യുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, നിരാശ കൊണ്ടിടുന്നു ആരാ? ദുരാത്മാവ്. ഭയം കൊണ്ടിടുന്നു ആരാ? വിശ്വാസിക്കെന്തിന് നിരാശ? വിശ്വാസിക്കെന്തിന് ഭയം? വിശ്വാസിക്കെന്തിന് ആകുലത? ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ അവന് ഭയവും ആകുലതയൊന്നും വേണ്ട.
കാരണം പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ആകുലതയുടെ ഭയത്തിൻ്റെതല്ല. അതുകൊണ്ട് അപ്പോൾ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ഞാൻ നിന്റെ അകത്ത് തരുമ്പോൾ നീ എന്തിനാ ഭയപ്പെടുന്നത്? മനസ്സിലാവുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. വളരെ സാവധാനത്തിൽ ഈ സന്ദേശം ഞാൻ നിങ്ങളോട് പകരുന്നത് നമ്മുടെ ലൈഫ് ശരിക്കും ഒന്ന് ശോധന ചെയ്യണം. ഹല്ലേലൂയ. ഇനി ഞാനൊന്ന് പറയട്ടെ, ജാതികളുമായി ഇടകലരാൻ പാടില്ല. ഇത് ദൈവത്തിന്റെ പ്രമാണമാണ്. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും കൊണ്ടുവന്നത് ഒരു വേർതിരിക്കപ്പെട്ടവരായി തീരാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. നമ്മൾ പാപത്തിൽ കിടന്ന നമ്മളെ എഫേസ്യ ലേഖനത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ നമ്മളെ തിരഞ്ഞെടുത്തതിനാ ഒരു ക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ വേണ്ടിയാണ്. ഈ ക്രിസ്തുവിന്റെ മണവാട്ടി ലോകത്തിന്റെ മണവാട്ടിയുമായി ഇന്ന് ഒന്നിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവരുടെ ഉത്സവം ഉണ്ടോ? നമ്മളും ഉണ്ടായിരിക്കും. അവരുടെ ഓണം വന്നാൽ നമ്മൾ ഉണ്ണാൻ പോകും. അവരുടെ ബാലിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും നമ്മൾ പോകും. നമ്മൾ എല്ലാത്തിലും ഉണ്ടെന്നേ. ഈ എല്ലാത്തിലും ഉണ്ടായിരുന്നിട്ട് പള്ളിയിൽ വന്ന് അന്യഭാഷ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് കടന്നില്ല. ഇവർ തനിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ ഇടയിൽ എണ്ണപ്പെടാത്തവർ, ഇവരുടെ ഇടയിൽ രാജകോലാഹലമുണ്ട്. കാരണം ദൈവം അവരുടെ ഇടയിൽ വസിക്കുന്നു. ദൈവം അവരുടെ ഇടയിൽ വസിക്കണമെങ്കിൽ ജാതികളുടെ ഒന്നുമായിട്ട് ബന്ധം അവർക്ക് വരാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ അശുദ്ധാത്മാവാണ് ഇവരെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ജാതികളുടെ ഇടയിൽ പഴയതുപോലെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ശലോമോനെ നോക്കണം. കാബോ, ദൈവത്തിന്റെ സാന്നിധ്യം ഒറ്റ വാക്കുകൊണ്ട് ഇറക്കി വിട്ടവൻ. അതേ ശലോമോൻ ദൈവത്തിന്റെ വാക്കുകളെ വിഘടിച്ചപ്പോൾ അശുദ്ധാത്മാവ് കയറി. അവൻ അന്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു. അന്യ സ്ത്രീകൾ പിന്നത്തേതിൽ അവന്റെ മനസ്സിനെ വശീകരിച്ച് അവരുടെ ദേവന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി. നിങ്ങൾക്കറിയണമോ, ഇബ്രായ ലേഖനത്തിൽ വീരന്മാരുടെ പട്ടികയിൽ വീരനായ ശലോമോന്റെ പേരുണ്ടായിരുന്നില്ല. ദൈവദാസനെ കുഞ്ഞെ, ജീവിതത്തിനകത്ത് വേർപെട്ടവനായി ജീവിക്കണം. അവനിലാണ് പരിശുദ്ധാത്മാവ് നിൽക്കുന്നത്. ലോകം കാണിക്കുന്ന പേക്കൂത്തിന് പിന്നിൽ നീ യാത്ര ചെയ്യുന്നെങ്കിൽ നിന്റെ അകത്ത് വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, അശുദ്ധാത്മാവെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്. ഹല്ലേലൂയ. ഇനി വിശുദ്ധ വേദപുസ്തകത്തിൽ അശുദ്ധാത്മാവുള്ളവന്റെ അടുത്ത പ്രത്യേകത, ആണ്ടുകളെയും കാലങ്ങളെയും നോക്കുന്നവൻ. സ്തോത്രം. നമുക്കറിയാം, 50 വയസ്സാകുമ്പോൾ ആഘോഷം, 75 മറ്റൊരാഘോഷം, പിന്നെ ബർത്ത്ഡേ പാർട്ടികൾ. ബർത്ത്ഡേ വരട്ടെ, ജനിച്ച ദിവസം വരുമ്പോൾ സ്തോത്രം, ദൈവത്തിന് നന്ദി പറയട്ടെ. ഇന്ന് ഹോട്ടലുകളിൽ ആഘോഷമായി ആരാ? ദൈവദാസന്മാർ ഉൾപ്പെടെ ഉള്ള ആത്മീയ ലോകം. ഇത് തെറ്റ് ആണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. നമ്മൾ തിരിച്ചറിയേണ്ട ഒറ്റ കാര്യം, നമ്മൾ ആരാണ്, എൻ്റെ അകത്ത് എന്താണ് ഉള്ളത്. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഇതിന്നെല്ലാം നമ്മൾ വേർപെട്ടു പോകും. സ്തോത്രം. ഇനി നോക്കണം, അശുദ്ധാത്മാവ് അകത്തുള്ളവൻ ഫോഷ്ക്ക് സംസാരിക്കും. ഫോഷ്ക്ക് പറയുന്നവനും അവന്റെ അപ്പനുമാണ് സാത്താൻ എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഈ കള്ളം പറയുന്നവരുണ്ടോ? വായെടുത്താൽ ഫോഷ്ക്ക് പറയുന്ന ദൈവദാസന്മാരുണ്ട്, വിശ്വാസികളുണ്ട്. അവർ അന്യഭാഷ പറയും. അവർ ഒന്നാം തരം സൂപ്പർ മെസ്സേജ് അടിക്കും. ഒരു മീറ്റിങ്ങിന് വിളിക്കും. ആ മീറ്റിങ്ങിന് വിളിച്ചിട്ട് വേറെ വലിയ മീറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഒരു ഫോഷ്ക്ക് പറയും. ഈ കള്ളം പറഞ്ഞിട്ടാണ് അടുത്ത സ്റ്റേജിൽ നിന്നും ഒന്നാം തരം പ്രസംഗിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിനകത്ത് ഏതാണുള്ളത്? പരിശുദ്ധാത്മാവാണോ? കാരണം പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം ഒന്ന് ചിന്തിക്കണം, എന്നിലുള്ള ആത്മാവ് ഏതാണ്? കൂടപ്പിറപ്പുകളെ സ്നേഹിക്കാൻ ഇല്ലാത്ത ആത്മാവ് ഏതാണ്? ഹല്ലേലൂയ. 1 സെന്റ് വസ്തു വിട്ടുകൊടുക്ക് എന്ന് നിന്ന് പ്രസംഗിക്കാം. 1 സെന്റ് വസ്തു വിട്ടുകൊടുക്കാത്ത എത്രയോ ഉപദേശിമാർ, സ്വന്തം കൂടപ്പിറപ്പുകളെ കണ്ടാൽ തിരിച്ചറിയാത്ത ഉപദേശിമാർ, വിശ്വാസികൾ. അവർ പള്ളിക്കകത്ത് വരുമ്പോൾ സ്പ്രിങ് തുള്ളുന്നത് പോലെ തുള്ളി നിൽക്കുമെന്നേ. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എന്നിലുള്ളത് ഏതാണ്? എനിക്ക് പൊതുവെ പറയുന്നത്, ഒന്ന് ചിന്തിക്കണം, എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലേ? ഒന്ന് ചിന്തിക്കണം, എൻ്റെ ആത്മാവ് ഏതൊന്ന്. ഒന്ന് ക്ഷമിക്കാൻ പറ്റുന്നില്ല,
ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല. എടുത്ത് ചാടി ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ദുരാത്മാവിന്റെ പ്രവൃത്തികളാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഓട്ടവും അധ്വാനവും വെറുതെ ആകരുത്. ഒരിക്കൽ ഒളിമ്പിക്സിൽ ഷൈനി വിൽസൺ വളരെ വേഗതയിൽ ഓടി ഇന്ത്യയുടെ അഭിമാനമായി അവൾ മുമ്പിലെത്തി. അതിനുശേഷം സെക്കൻഡുകൾ കഴിഞ്ഞിട്ടാണ് അടുത്ത രാജ്യക്കാർ വരുന്നത്. ഇവൾ കരമുയർത്തി എല്ലാവരെയും, ഗാലറിയിൽ ഇരുന്ന എല്ലാവരെയും വന്ദനം ചെയ്തു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഈ സ്ത്രീ അല്ലെങ്കിൽ ഷൈനി വിൽസൺ പരാജയപ്പെട്ടു. വളരെ ദുഃഖത്തോടെ ചോദിച്ചു, അതെന്താണ്? വളരെ വ്യക്തമായി നമ്മൾ TV-യിൽ കണ്ടതാണ്. അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അന്ന് കണ്ടൊരു കാഴ്ചയാണ്. ഇവിടെ ട്രാക്ക് തെറ്റി പോയി. പ്രിയമുള്ളവരെ, നമ്മുടെ ട്രാക്ക് തെറ്റി നമ്മൾ ഓടിയിട്ട് നമ്മൾ മുമ്പിലെത്തി, ആയിരങ്ങളെ നേടി, 500 സ്ഥാനപ്പെടുത്തി, 1000 സഭകൾ ഉണ്ടാക്കി, അനേകരെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ട്രാക്കുണ്ട്, അതിൻ്റെ പേരാണ് ദൈവത്തിന്റെ വചനം. ആ വചനത്തിന്റെ ട്രാക്ക് തെറ്റി നമ്മൾ ഓടുന്നെങ്കിൽ നമ്മൾ അശുദ്ധാത്മാവാണ് നമ്മളെ കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ദൈവമക്കൾ മറക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ. ട്രെയിൻ പോകുന്നിടത്ത് ബസ് പോകത്തില്ല. ബസ് പോകുന്നിടത്ത് ട്രെയിൻ പോകത്തില്ല. ഞാൻ എപ്പോഴും പറയുന്ന വാക്കാണ്. നമുക്കൊരു വഴിയുണ്ട്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആ ട്രാക്കിൽ കൂടെ ഓടാത്ത ഒരു വ്യക്തിയും നിത്യതയിൽ പ്രവേശിക്കുകയില്ല. ആകയാൽ പരിശുദ്ധാത്മാവാണോ എന്നിലുള്ളത്, അശുദ്ധാത്മാവാണോ എന്നിലുള്ളത് എന്ന് ശരിക്കും പരിശോധന ചെയ്യുക. നിങ്ങൾ പോകുന്ന സഭയെ നിങ്ങൾ പരിശോധിക്കണം. നിങ്ങളുടെ ദൈവദാസനെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. ഏതാത്മാവിലാണ്? എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്. ഒരുപക്ഷെ സിസ്റ്റത്തിന്റെ അറേഞ്ച്മെന്റിൽ ചർച്ചിനകത്ത് എന്നിരിക്കുമ്പോൾ ശരീരമൊക്കെ അങ്ങ് വല്ലാത്തൊരു സാന്നിധ്യമൊക്കെ അനുഭവിക്കും. അത് മനുഷ്യനുള്ളതാണ്. അത് അമ്പലത്തിനകത്ത് നിങ്ങൾ അമ്പലത്തിൽ ചെന്ന ഒരു ക്ഷേത്രോത്സവത്തിന്റെ ഫ്രണ്ടിൽ നിന്നാൽ സിസ്റ്റത്തിന്റെ ക്രമീകരണം അനുസരിച്ച് ഒരു പാട്ട് പാടുമ്പോൾ നമ്മുടെ ജഡം വല്ലാതൊരു സന്തോഷം ഉണ്ടാകും. അത് മാത്രമേ ഉള്ളൂ. ഞാൻ പറയട്ടെ, ജഡത്തെ സന്തോഷിപ്പിക്കുന്നതല്ല ആരാധന. ആത്മാവിനെ സന്തോഷിപ്പിക്കുന്നുണ്ടോ? ആത്മാവിന് അല്പ ചലനമുണ്ടോ? ആത്മാവിൽ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ആത്മാവിൽ ആനന്ദിക്കാൻ പറ്റുന്നുണ്ടോ? ജഡത്തിൽ കൈയടിക്കുന്നതല്ല. ജഡം നമ്മളെ സന്തോഷിപ്പിക്കും, ജഡം നമ്മളെ ആനന്ദിപ്പിക്കും. എന്നോട് പറയുക, ഉപദേശി, നിങ്ങളുടെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം. എൻ്റെ ജഡത്തിന് ഭയങ്കര സന്തോഷമാണ്, അതുകൊണ്ട് ഒരു ഫലമില്ല. എൻ്റെ ആത്മാവിന് സന്തോഷം വന്നിട്ടുണ്ടോ? അവിടെയാണ് ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നമ്മിലുള്ള ആത്മാവ് ഏതെന്ന് ഓരോ നിമിഷവും ഹിതപരിശോധന. ഇനി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ തന്നെ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 22 വരെ 19 വരെയുള്ള വാക്യങ്ങൾ, ആത്മാവിന്റെ ഫലമോ, നേരത്തെ പറഞ്ഞത് പ്രവൃത്തിയാ എന്ന് വെച്ചാൽ ജഡത്തിന്റെ ദുരാത്മാവിന്റെ പ്രവൃത്തികൾ. അവൻ പ്രവർത്തിക്കുന്നവനാ. പക്ഷേ ആത്മാവ് ഫലം പുറത്തെടുപ്പിക്കും, ഫലം പുറത്തു വരും. ആത്മാവിന്റെ പ്രവൃത്തികളോ എന്താണ്? സ്നേഹം. അപ്പോൾ എന്നിൽ സ്നേഹിക്കാനുള്ള ഒരു ഹൃദയമുണ്ടോ? അഭിനയിച്ച് സ്നേഹിക്കുകയല്ല, സ്വോത്രം ബ്രദറെ, സ്വോത്രം പാസ്റ്ററെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് 32 പല്ല് കാണിച്ച് ചിരിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഹൃദയപൂർവം ഒരാളെ സ്നേഹിക്കാൻ പറ്റുന്നു എങ്കിൽ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവാണ് വസിക്കുന്നത്. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല. പൗലൂസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനം 13-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു അധ്യായം മുഴുവനും സ്നേഹത്തിന്റെ വാക്കുകളെ കുറിച്ച് പറയുകയാണ്. ഹല്ലേലൂയ. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. ഭാഷാപരവും പ്രവചനപരവും എല്ലാം മാറിപ്പോകും. സ്നേഹം ഒരിക്കലും പോകത്തില്ല. സ്നേഹത്തെക്കാൾ വലിയൊരു കൃപയില്ല. കാരണം ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തെ നിങ്ങൾക്ക് തിരിച്ചറിയണോ? അത് ദൈവമാണ്. ദൈവത്തെ ആര് കാണണോ ആ മനുഷ്യന്റെ ഉള്ളിനകത്ത് സ്നേഹം ഉണ്ടായിരിക്കും. എങ്ങനെയുള്ള സ്നേഹം? ശത്രുവിനെ സ്നേഹിക്കുന്ന സ്നേഹം. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിച്ചിട്ട് എന്താ പ്രയോജനം? അത് ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ശത്രുവിനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ആകയാൽ സ്നേഹത്തിൽ നിറയുന്നവരാകണം.
വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒരറ്റം മുതൽ മററ്റം വരെ പഠിക്കുമ്പോൾ ലേഖനഭാഗങ്ങളുടെ മിക്ക ഭാഗങ്ങളിലും സ്നേഹം എന്ന വിഷയം ഒരു നടുതൂണായി അവിടെ നിൽക്കുമ്പോൾ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ശത്രുവിനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ശത്രുവിനോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ ശോധന ചെയ്തോണം, ഏതാണ് അഭിഷേകം. കയ്യടി കാണും, അന്യഭാഷ കാണും, കൂടെ ഇരുന്ന് ആരാധിക്കുന്നവരോട് പോലും ഒന്ന് ചിരിക്കാൻ, ഒന്ന് സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എത്രയോ ദേവദാസന്മാർ വിശ്വാസികളോട് മിണ്ടുന്നില്ല. എത്രയോ പാസ്റ്റർമാർ അടുത്തിരിക്കുന്ന പാസ്റ്റർമാരോട് മിണ്ടുന്നില്ല. നമ്മൾ എവിടെ പോവാൻ വേണ്ടിയാ? ഒരു കുടുംബത്തിലുള്ളവർ തന്നെ പരസ്പരം ഭിന്നതയോടെ ജീവിക്കുന്നു. എങ്ങനെ ദൈവരാജ്യം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ പട്ടണങ്ങളിൽ നടക്കും? എങ്ങനെ ഉണർവ് നടക്കും? ഉണർവ് നടക്കണമോ? ഹൃദയം സ്നേഹം കൊണ്ട് നിറയട്ടെ. ശത്രുവിനെ സ്നേഹിക്കാനുള്ള ഹൃദയം, ക്ഷമിക്കാനുള്ള ഹൃദയം നമുക്കുണ്ടാകട്ടെ. ഒന്ന്, പരിശുദ്ധാത്മ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സ്നേഹിക്കാൻ തുടങ്ങും. സ്നേഹം, സന്തോഷം. എപ്പോഴെങ്ങനെയാ സന്തോഷിക്കുന്നത്? പണം വരുമ്പോഴല്ല സന്തോഷിക്കേണ്ടത്, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമ്പോഴല്ല സന്തോഷിക്കേണ്ടത്. പോൾ ഇങ്ങനെ പറഞ്ഞു, പിരിപ്പിയ ലേഖനം കാരാഗ്രഹ ലേഖനമാണ്. കാരാഗ്രഹത്തിന്റെ ഉൾമുറിക്കകത്ത് കിടന്നുകൊണ്ട് ആരാരും സഹായമില്ലാതിരിക്കുമ്പോൾ ആ ഇരുട്ടറിഞ്ഞ മുറിക്കകത്തിരുന്നുകൊണ്ട് തന്റെ വിശ്വാസികളെ കാണാമെന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ സന്തോഷിപ്പിനെന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു. കർത്താവ് വരാൻ അടുത്തിരിക്കുന്ന ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. അപ്പോൾ എപ്പോഴാ സന്തോഷിക്കേണ്ട പൗലൂസ് സന്തോഷിച്ചത്? തന്റെ കാരാഗ്രഹത്തിന്റെ അകത്ത്. അങ്ങനെ സന്തോഷിക്കുന്ന ഒരു ദൈവ പൈതലാണോ? ഞാൻ പറയുന്നു, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവാണ്. പ്രശ്നം വരുമ്പോൾ സന്തോഷിക്കാൻ, ക്രിസ്തുവിൽ സന്തോഷിക്കാൻ, ക്രിസ്തുവിൽ ആനന്ദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോളണം എന്ന്. ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവാണ്. അതൊരു ഫലമാണ്. ആരുടെ? പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. ദീർഘക്ഷമ, സ്നേഹം, സന്തോഷം. ഇനി 3, സമാധാനം. പ്രശ്നങ്ങളുടെ മുമ്പിലും മനസ്സ് സമാധാനപ്പെടാൻ കഴിയുന്നുണ്ടോ? വേദനയുടെ നടുവിലും സമാധാനത്തോട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലായ്മയുടെ നടുവിലും സമാധാനത്തോടെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ടോ? അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് അകത്തുള്ളവർക്ക് മാത്രമേ സമാധാനത്തോടെ വസിക്കാൻ പറ്റുകയുള്ളൂ. കർത്താവേ, നീയല്ലോ എന്നെ സമാധാനത്തിൽ നടത്തുന്നത്. നീയല്ലോ എന്നെ ഓരോ ദിവസവും ആശ്വസിപ്പിച്ച് നടത്തുന്നത്. കാരണം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് അവൻ ആശ്വാസദായകൻ എന്നാണ്. സമാധാനം നൽകും. ഞാൻ പോകുന്ന പ്രയോജനം പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരില്ല. അവൻ വന്ന് നിങ്ങൾക്ക് ആശ്വാസം പകരും, സമാധാനം പകരുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളവന് മാത്രമേ പ്രശ്നത്തിന്റെ നടുവിൽ സമാധാനത്തോട് ജീവിക്കാൻ പറ്റൂ. സമാധാനം. ഇനി അടുത്ത് ദീർഘക്ഷമ, ദീർഘമായി ക്ഷമിക്കാൻ. പത്രോസ് ചോദിച്ചു, കർത്താവ് എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 70 വട്ടം ക്ഷമിക്കണം. എന്നതിന്റെ അർത്ഥം നീ എത്രത്തോളം നിന്റെ മരണം വരെയും നീ ക്ഷമിക്കാൻ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് അകത്ത് വരുമ്പോഴാണ്. അങ്ങനെ മാത്രമേ, ക്ഷമിച്ചാൽ മാത്രമേ അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധാത്മാവ്, അതാ യേശു പറഞ്ഞത്, ഫലത്തെ കണ്ട് വൃക്ഷത്തെ തിരിച്ചറിയണം. ഞാനിവിടെ ഫലമാണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദീർഘക്ഷമ. അപ്പോൾ ഒന്ന്, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം. മറ്റുള്ളവരെ സഹായിക്കുക, തകർന്നു കിടക്കുന്നവരെ സഹായിക്കുക. അങ്ങനെ ഒരു ഹൃദയം ഉണ്ടോ? പരിശുദ്ധാത്മാവകത്തുണ്ട്. വിശ്വസ്തത. ദൈവം തന്ന ആത്മീയ ജീവിതത്തിൽ വിശ്വസ്തരായിരിക്കണം. കുടുംബ ജീവിതത്തിൽ വിശ്വസ്തരായിരിക്കണം. കുടുംബ ബന്ധത്തിൽ വിശ്വസ്തരായിരിക്കണം. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വിശ്വസ്തരായിരിക്കണം. തന്ന മക്കളോട് വിശ്വസ്തത കാണിക്കണം. സഭയോട് വിശ്വസ്തത കാണിക്കണം. ദൈവദാസന്മാരോട് വിശ്വസ്തത കാണിക്കണം. സമൂഹത്തോട് വിശ്വസ്തത കാണിക്കണം. ജോലി സ്ഥലത്ത് വിശ്വസ്തത കാണിക്കണം. എന്ന് വെച്ചാൽ ജീവിതത്തിൽ തന്ന എല്ലാത്തിനും വിശ്വസ്തനായി ജീവിക്കണമോ? പരിശുദ്ധാത്മാവകത്ത് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗമ്യത. ജീവിതത്തിന്റെ സൗമ്യത നിന്നെ വലിയവനാക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞു. വാക്കുകളിൽ സൗമ്യത, പ്രവൃത്തികളിൽ സൗമ്യത, എല്ലാത്തിനും സൗമ്യനായി ജീവിക്കാനുള്ള ഹൃദയം തരുന്നത് പരിശുദ്ധമാണ്. ഇന്ദ്രിയ ജയം. അവയവങ്ങളെ അടക്കാനുള്ള കഴിവ്. അവയവങ്ങളെ അടക്കാൻ ഇവിടെ പലരും പല വിദ്യകളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, ഒരു വിദ്യയ്ക്കും പോകണ്ട. പരിശുദ്ധാത്മാവ് അകത്ത് വന്നാൽ മാത്രം മതി ശരീരത്തിന്റെ അവയവങ്ങളെ ഓരോന്നും കൺട്രോൾ ചെയ്യാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ആമേൻ. നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മ വന്നാൽ, പരിശുദ്ധാത്മ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. ഇത് നോക്കണം, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മ നമുക്ക് ബോധം വരുത്തും. അവൻ നമ്മുടെ കാര്യസ്ഥനാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും അവനാണ് നിയന്ത്രിക്കുന്നത്.
എന്ന് വെച്ചാൽ ഞാൻ അവന്റെ പുറകിൽ ഞാൻ നടക്കുന്നു, എൻ്റെ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ നടക്കുന്നു. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്, ഫലം എന്ന് പറയുന്നത്. ആമേൻ. ഇത് നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവാ, ഇല്ലെങ്കിൽ നമ്മൾ അശുദ്ധാത്മാവാ. ഇതിനെ നമ്മൾ ഒന്ന് കമ്പയർ ചെയ്തിട്ട്, കർത്താവെ ഞാൻ ഏതിലാണ്? ഇപ്പോൾ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ആദ്യം പ്രാപിച്ച അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അന്യഭാഷ ഒന്നും മാറില്ല കേട്ടോ, പ്രവചനമൊന്നും മാറില്ല, കയ്യടിയൊന്നും മാറില്ല, ഒന്നും മാറത്തില്ല. പക്ഷെ അന്ത്യനാളെത്തുമ്പോൾ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോ എന്ന വാക്ക് കേൾക്കാതിരിപ്പാൻ, ഓടിയതും അധ്വാനിച്ചതും വെറുതെ എന്ന് വരാതിരിപ്പാൻ, ആ ശൗലിനെ പോലെ വീണ്ടും വെളിച്ചപ്പാണ്ടെടുക്കലേക്ക് നമ്മൾ ഓടാതിരിക്കാൻ, ജാതികളുടെ ഇടയിലേക്ക് നമ്മുടെ ജീവിത പ്രശ്നവുമായി പോകാതിരിപ്പാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കുക. നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എവിടെയാണ് വീണതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. വന്ന വീഴ്ചകളെ പരിശുദ്ധാത്മ ഏറ്റുപറയണം, കുറവുകളെ ഏറ്റുപറയണം. യേശുവിന്റെ രക്തത്താൽ നിങ്ങൾ കഴുകൽ പ്രാപിക്കണം. പരിശുദ്ധാത്മാവോട് പറയണം, ഒരിക്കൽ കൂടി നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, യഥാർത്ഥ ആത്മാവിനെ നിറയ്ക്കണം. നിങ്ങൾ പോകുന്ന ചർച്ച് നിങ്ങൾ ശോധന ചെയ്യണം. വേർപാടില്ലാത്ത ചർച്ചിൽ പോകരുത്. ദൈവിക ഉപദേശം നോക്കുക. ഇനി വേറൊരു കുഴപ്പമുണ്ട്, പരിശുദ്ധാത്മാവ് നിന്നും അശുദ്ധാത്മാവിലോട്ട് ചാടിയവൻ അവന് ഉപദേശം ഇഷ്ടപ്പെടില്ല, വിശുദ്ധി പറയുന്നത് ഇഷ്ടപ്പെടത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. അവത് കാണുമ്പോൾ തന്നെ ഓടും, നിക്കത്തില്ല. കാരണം എന്താ? ഈ ഉപദേശം പറഞ്ഞാൽ, വിശുദ്ധി പറഞ്ഞാൽ ഇവൻ എവിടെ ഇട്ട് ചാടും? പരിശുദ്ധാത്മാവുള്ളവനായി തിരിച്ചു വരും. ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഓടും. നിങ്ങൾ അങ്ങനെ ആകരുത്. നമ്മൾ എവിടെയാണോ ജീവിതത്തിൽ വീഴ്ച സംഭവിച്ചത്, നമുക്ക് മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വയം ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട്, കർത്താവെ, ഞങ്ങൾ ജനിച്ചപ്പോൾ ഈ ഭൂമിയിൽ വന്നത് ഒറ്റയ്ക്കാണ്, ഞങ്ങൾ ജീവിക്കുന്നതും ഞങ്ങൾ ഒറ്റയ്ക്കാണ്. കർത്താവെ, ഞങ്ങൾ ഇനി മരിക്കുമ്പോഴും ഒറ്റയ്ക്കാണ് മരിക്കേണ്ടത്. ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നതും ഒറ്റയ്ക്കാണ്. ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും ഒറ്റയ്ക്കാണ്. വിധി ഏറ്റുവാങ്ങേണ്ടതും ഞങ്ങൾ ഒറ്റയ്ക്കാണ്. കർത്താവെ, ആ വിധി നാളിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് വാങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ മടങ്ങി വരുന്നു. ചെറുതും വലുതുമായ അനേക പാപങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടും കുഴപ്പമില്ല, പാപത്തെക്കുറിച്ച് ബോധം വരാതെ ഞങ്ങൾ പോകാൻ കാരണം ഞങ്ങളുടെ ഉള്ളിലുള്ള അശുദ്ധിയാണ്. എന്തെല്ലാം വാരിപ്പിടിച്ച് വിളിച്ചു പറയുന്നു, എന്തെല്ലാം ഞങ്ങളെ പ്രവൃത്തി ചെയ്യുന്നു, എന്നിട്ടും ഒരു കുറ്റബോധമോ ഒരു പാപബോധമോ ഞങ്ങൾക്ക് വരുന്നില്ല. മനസ്സിലായി പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ പരിശുദ്ധാത്മാവ് വിട്ട് ഇപ്പോൾ ലോകത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ അകത്ത് കയറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ലോകമോഹങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പഴയതുപോലെ ആരാധനയ്ക്ക് പോകാൻ പറ്റുന്നില്ല, കാത്തിരിപ്പിന് പോകാൻ പറ്റുന്നില്ല, ആത്മീയ കൂട്ടായ്മയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഉപവാസം എടുക്കാൻ പറ്റുന്നില്ല. ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ തൃപ്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദാവീദ് പറഞ്ഞു, ദൈവമേ, രക്ഷയുടെ സന്തോഷം എനിക്കൊരിക്കൽ കൂടി തിരിച്ചു തരണമേ, മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവിനാൽ എന്നെ തൃപ്തിപ്പെടുത്തണമേ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? ഒന്ന്, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ മുമ്പിൽ കരയണം, ഏറ്റുപറയണം, ഉപേക്ഷിച്ച് യേശുപ്പനോട് പറയണം, ഒരിക്കൽ കൂടി എൻ്റെ ആത്മാവിനാൽ നിറയ്ക്കാൻ പറയണം. രണ്ട്, അനുദിനം നിങ്ങൾക്ക് പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. മണിക്കൂറോളം പ്രാർത്ഥിക്കാൻ നിങ്ങൾ സമയമെടുക്കണം. മൂന്ന്, നിങ്ങൾ മണിക്കൂറോളം വചനം ധ്യാനിക്കാൻ നിങ്ങൾ സമയമെടുക്കണം. ആ വചനത്തിൽ ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ബാക്കി പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തും എന്ന വാക്കോടുകൂടെ വാക്കുകൾക്ക് കുത്തിടുന്നു. ഈ സന്ദേശം നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യണമേ. വാട്സപ്പ് ഗ്രൂപ്പുകളിലും, നിങ്ങൾക്കറിയാവുന്ന എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും, ചർച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിലും, എല്ലാ ഗ്രൂപ്പുകളിലും നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ മിനിസ്ട്രിയിൽ പങ്കെടുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.